അസ്സലാമലൈക്കും. ഇന്നത്തെ എൻ്റെ വീഡിയോ ചിക്കൻ സീക്ക് കബാബാണ്. വളരെ എളുപ്പത്തിൽ ഇത് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. നല്ല ടേസ്റ്റിയുമാണ്. കുട്ടികൾക്ക് നന്നായി ഇഷ്ടപ്പെടുന്ന ഒരു ചിക്കൻ സീക്ക് കബാബ്. നന്നായി തിളച്ച എണ്ണയിലിട്ട് ഉള്ളി ഫ്രൈ ആക്കി എടുക്കണം. ഒരു ഉള്ളി നേരിയ നേരിയ പീസാക്കി കട്ടാക്കിയതായിരിക്കണം. ഹൈ ഫ്ലെയിമിലിട്ട് തന്നെ ഫ്രൈ ആക്കി എടുക്കാം. ലൈറ്റ് ബ്രൗൺ നിറമായാൽ നമുക്ക് എടുത്തു മാറ്റാം. ഒരു മിക്സി ജാറിൽ 1/4 കിലോ എല്ലില്ലാത്ത ചിക്കൻ ഇട്ട് കൊടുക്കണം. എന്നിട്ട് അതൊന്ന് ക്രഷാക്കി എടുക്കണം. അതിലേക്ക് 1 ടീസ്പൂൺ ഇഞ്ചി പേസ്റ്റ്, 1 ടീസ്പൂൺ വെളുത്തുള്ളി പേസ്റ്റ്, നേരത്തെ ഫ്രൈ ആക്കിയ ഉള്ളി, രണ്ട് പച്ചമുളക്, കുറച്ച് മല്ലിയില, ആവശ്യത്തിന് ഉപ്പ്, 2 ടീസ്പൂൺ കടലമാവ്, 1 ടീസ്പൂൺ ക്രഷാക്കിയ ചുവന്ന മുളക്, 1/2 ടീസ്പൂൺ വെളുത്ത കുരുമുളക് പൊടി, 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/4 ടീസ്പൂൺ കറുത്ത കുരുമുളക് പൊടി, ഒരു ഇച്ചിരി വറുത്ത് പൊടിച്ച ജീരകം. എല്ലാം കൂടി നന്നായി ക്രഷാക്കി എടുക്കണം. ഇതുപോലെ ഉണ്ടാകണം. കൈക്ക് എണ്ണ തടവി കൊടുത്ത് കുറച്ചെടുത്ത് ഒരു സ്പൂണിലിട്ട് കബാബ് ഷേപ്പിലാക്കി എടുക്കാം. 2 ഭാഗത്ത് ഹോൾസ് ഉണ്ടാകണം. പിന്നെ ഈ വെളുത്ത കുരുമുളക് പൊടിയൊന്നും ഇല്ലെങ്കിൽ സാരമില്ല, ഉള്ളത് കൊണ്ട് ഉണ്ടാക്കിയാൽ മതി. ഇതുപോലെ ഉരുമാറ്റി വെക്കാം. ഇതുപോലെ ബാക്കിയെല്ലാം ചെയ്തെടുക്കണം. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം. കൂടെ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടി ഒന്ന് അമർത്തണം, മറക്കരുത്. എല്ലാം ഈ ഷേപ്പിലാക്കി എടുത്തിട്ടുണ്ട്. ഒരു 8 പീസുണ്ട്. ഒരു പാനിൽ കുറച്ച് മാത്രം എണ്ണ ഒഴിച്ച് കൊടുത്ത് ഫ്രൈ ആക്കി എടുക്കാം. മീഡിയം ടു ലോ ഫ്ലെയിമിലായിരിക്കണം, മറക്കരുത്. ചൂടോടെ കഴിക്കാനാണ് ഇത് ടേസ്റ്റ്. എല്ലാ ഭാഗവും ഫ്രൈ ആക്കി എടുക്കണം. എല്ലാ ഭാഗവും ഫ്രൈ ആയിട്ടുണ്ട്. ഇനി ഒരു ചാർക്കുള കത്തിച്ചിട്ടുണ്ട്. അതൊരു ബൗളിൽ ഇട്ട് കൊടുക്കാം. കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് മൂടി വെച്ച് കൊടുക്കണം. ഹോൾസിനും എന്തെങ്കിലും തിരികണം. ഒരു 2 മിനിറ്റിന് ശേഷം എടുത്തു മാറ്റാം. ചാർക്കുള ഇല്ലെങ്കിൽ കുഴപ്പമില്ല, ഇത്രയും മതി. എന്നാലും ടേസ്റ്റിയാണ്. നല്ലൊരു സ്മോക്കി സ്മെല്ല് കിട്ടും, അത്രയേ ഉള്ളൂ. ഇനി ഈ ബൗൾ എടുത്തു മാറ്റണം. ജസ്റ്റ് ഒന്ന് ഫ്രൈ ആക്കി ഒരു പ്ലേറ്റിലേക്ക് സെർവ് ചെയ്യാം. അങ്ങനെ വളരെ ഈസിയും ടേസ്റ്റിയുമായ ചിക്കൻ സീക്ക് കബാബ് തയ്യാറായിട്ടുണ്ട്. അറിയാത്തവർ ട്രൈ ചെയ്ത് നോക്കണം.